ഗംഗാധര, ഈ കല്യാണം നടക്കും. എങ്ങനെ? നിനക്ക് സമ്മതമാണെങ്കിൽ നീ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ കല്യാണം നടത്തും. അല്ലെങ്കിൽ ഞാൻ നടത്തിക്കും. എങ്ങനെ നടക്കുന്നു പറ ശ്രീധര. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്റെ മകളുടെ കഴുത്തിൽ നിന്റെ മകൻ താലി കെട്ടും. സമ്മതം, 100 വട്ടം സമ്മതം. എവിടെ നിന്റെ മകൾ? എവിടെ? വിളിക്ക്. അവളെ വിളിക്കാനൊന്നുമില്ല, അവൾ ഇവിടെ തന്നെ ഉണ്ട്. എവിടെ? ദോ അവിടെ. ഇത് മറ്റവളല്ലേ? മോളെ ഇങ്ങ് വന്നേ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? എനിക്ക് 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 ഇയാളെ ഇഷ്ടം. വലിയ ഡബർ വേണ്ട. ഇന്നോട് ഈ ലോഡ്ജിന്റെ ഓർഡർ ഞാനാ. എളാപ്പൻ വലിയ ബിരിയാണി വിളിക്കണു. ബംഗാളി എളാപ്പൻ ചിക്കനാണെന്ന് പറഞ്ഞ് കോഴി വെച്ചേക്ക. അപ്പൊ ഇന്ന് വൈകുന്നേരത്ത് കമ്പനിക്ക് ടച്ച് അവൾക്കാണോ? എന്തുവാ? എന്നാലും എനിക്കതല്ല സംശയം. ആ വിഷം എങ്ങോട്ട് പോയെന്നുള്ളയാ. ശരി. എന്നാ അമ്മാവാ? ഹായ് അമ്മാവാ. സത്യം പറയടാ, ആ ജ്യൂസിനകത്ത് നീ എന്താ കളിക്കിയത്? അയ്യോ, ആരാ കുടിച്ചത്? എന്താ സംഭവിച്ചത്? ഒന്നും അറിഞ്ഞോണ്ടല്ല. ദൈവത്തോർത്ത് ആരോടും പറയരുതട്ടോ. എന്തുകൊണ്ടും ചെയ്യാം. നീ ഒന്നും ചെയ്യണ്ട, അത് കുടിച്ചത് ഞാനാ. എന്റെ ജീവിതത്തിൽ ഇന്നു വരെ ഇതേപോലുള്ള സാധനം ഞാൻ കഴിച്ചിട്ടില്ല. ചത്തില്ലേ? അങ്ങനെ ഓരോ വഴിയില്ലല്ലോ. അണ്ണ നല്ല വീരം കൂടി വശ. ഒരു തുള്ളി അകത്തെ എന്നാ മതി, അപ്പ തട്ടിപ്പോവും. സൂക്ഷിക്കണേ. അതെ, നീ ഒന്നും ചെയ്യണ്ട. അത് ഏത് ബ്രാൻഡാന്നൊന്ന് പറഞ്ഞു തരുമോ പ്ലീസ്? ഒരു കന്യകയുടെ കന്യാകാത്വം കവർന്നെടുത്ത മഹാപാവിയാണ് ഞാൻ. എല്ലാം എന്റെ വിധിയാ. അല്ലെങ്കിൽ മനോട്ടനോടൊത്തൊരു മനോഹര ജീവിതം സ്വപ്നം കണ്ട് എനിക്ക് ഈ പാവത്തിന് പരിഹാരം ചെയ്യാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ എനിക്ക് ഒന്ന് ചെയ്യാൻ കഴിയും. ഞാൻ കിട്ടിയ താലി കാര്യാക്കണ്ട. കുട്ടിയുടെ ഇഷ്ടം അനുസരിച്ച പൊയ്ക്കോ. കുട്ടിയെ ഞാൻ തടയത്തില്ല. അത് വേണ്ട. ഞാനേ അന്തസ്സുള്ള തറവാട്ടിൽ പിറന്ന ആളാ. എന്റെ അമ്മ പഠിപ്പിച്ചിരിക്കുന്ന എന്താണെന്നറിയോ? എന്റെ ശരീരത്തിൽ ആദ്യമായിട്ട് തൊടുന്ന ആളായിരിക്കണം എന്റെ ഭർത്താവും കാണപ്പെട്ട ദൈവം എന്നാ. ആ വലിയ ഭാഗ്യം കിട്ടിയതേ ചേട്ടനാ. ശരിയാ, ഞാൻ എത്ര ഭാഗ്യവാനാ. അപ്പോ കുട്ടി എന്നോട് പൊറുത്തോ? ഞാൻ നിങ്ങളോട് മാത്രമേ പൊറുക്കൂ. കുട്ടി ചേട്ടാ. സിന്ധുവിനെ ഞാൻ സിദ്ധു എന്ന് വിളിച്ചോട്ടെ? ഞാൻ ഭയങ്കര സിദ്ധു ഫാനാ. ഈശ്വര, കുട്ടിക്ക് സിദ്ധുവിനെ ഇഷ്ടമല്ലേ? പിന്നെ എന്റെ കാണപ്പെട്ട ദൈവമല്ലേ സിദ്ധു. എന്റെ പൊന്നു സിദ്ധു. എന്തോ എൻ്റെ ആ ഭയ കാര്യങ്ങളൊക്കെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. പക്ഷെ ഇപ്പം ഞാൻ ഹാപ്പി ആട്ടോ. അതുകൊണ്ടല്ലേ എനിക്ക് തന്നെ കിട്ടിയത്. ഇപ്പൊ പേടിയുണ്ടോ? ഇപ്പം എനിക്ക് പേടിയൊന്നുമില്ല. എൻ്റെ ഇതിലുള്ള അനുഭവങ്ങളൊക്കെ എൻ്റെ പേടി മാറ്റി തന്നിട്ടുണ്ട്. എങ്കിൽ ഞാനൊരു ഉമ്മ തരട്ടെ? തരും. താടൂ. ശരിക്കും തരും. ഇങ്ങോട്ടോ.